സൈബൂസ് വിഷൻ. എന്റെ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മീനുക്കുട്ടി പഠിച്ചിട്ട് ചേട്ടനെ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ ഇത്തിരി വരാനായിട്ട് വൈകി കേട്ടോ. ഇപ്പൊ ചേട്ടൻ എത്തി. കേട്ടാ മീനു, അച്ഛൻ വന്ന്. മീനു ഇങ്ങോട്ടാ, അതാ വീട്ടിലെ സാധനത്തിന് അങ്ങോ അവിടെ പോയി. ഇത് കൊച്ചത്തെ തന്നു വിട്ടത്. ഇവിടെ മീന് തുള്ളട്ട് തുള്ളാളോ. ഇന്ന് ചേട്ടൻ വന്നപ്പോ മേനക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന്. അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ തോന്നി. അപ്പൊ എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും മീനുക്കുട്ടി പറയും വീഡിയോയിൽ കൂടെ കാണിക്കാം എന്ന് പറയും കേട്ടോ. നമുക്ക് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഞങ്ങൾ നിങ്ങളുമായിട്ടാണ് എപ്പോഴും അത് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇന്ന് അനിയനെ കണ്ടപ്പോ അനിയനും ഒരു കവർ, അതെ 2 ദിവസം മുമ്പേ എനിക്കൊരു കവർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഒളിച്ച് മാറ്റി വെച്ചൊക്കെയായിരുന്നു. അപ്പൊ ഇന്ന് കൊടുത്ത എല്ലാം കൂടെ പൊട്ടിച്ച് കളയും കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ പിന്നെ അവളുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് അവള് ചെറിയൊരു പിണക്കുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ചെറിയൊരു പിണക്കുണ്ടായിരുന്നു. കുറെ ദിവസമായെന്ന് പറഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ട് കുറെ ദിവസമായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ ഗിഫ്റ്റുകളും കൂടി ഇന്നങ്ങ് അറേഞ്ച് ചെയ്യാൻ. അങ്ങനെ ഇന്ന് നമ്മുടെ ഗിഫ്റ്റുകൾ കൊണ്ടുള്ള എന്താണ് വീഡിയോ. ഓക്കേ, ഫസ്റ്റ് ഏതെടുക്കണം മീനു? അച്ഛൻ കൊണ്ടുവന്നത് എടുക്കണം, കുശൻ കൊണ്ടുവന്നത് എടുക്കണം? അച്ഛൻ കൊണ്ടുവന്ന ഡ്രസ്സ് നമുക്കൊന്ന് കണ്ടോക്കാം. എന്തിനാണ് അച്ഛൻ മീനുകുട്ടിക്കായിട്ട് കൊണ്ടുവന്നത് നമുക്ക് നോക്കിയാലോ. പനിയാൻ പോവേണ്. പപ്പയുടെ ഒരു കൂട്ടുകാരന്റെ കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നു. അപ്പൊ ഇത് കാണിക്കാമേ. അച്ഛന് മാറ്റോണ്ട് വന്നിട്ടുള്ളത്. മാറ്റോണ്ട് വന്നിട്ടുള്ളത് ഇന്നലെ അവളെ വെട്ടിക്കാനൊന്നും മാറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വേഗമുണ്ടായിരുന്നു. നമ്മളെ വെഡിങ് ആനിവേഴ്സറി അവർക്ക് നമ്മളൊന്നും മാറ്റി കൊടുത്തില്ല. ഭയങ്കര പിണക്കൂരും എന്ന് പറഞ്ഞാൽ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച്, പക്ഷെ ഗിഫ്റ്റ് എന്റെ മോക്ക് ആരും കൊടുത്തില്ല. സാധാരണ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ മോളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മളെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് മകൾക്കാണ് അല്ലെങ്കിൽ മക്കൾക്കാണ് എല്ലാരും ഗിഫ്റ്റ് കൊടുക്കേണ്ടത് കേട്ടാ. അപ്പൊ നമ്മള് ഗിഫ്റ്റ് കൊടുക്കണോന്ന് പറഞ്ഞ് ഇന്നലെ അപ്പൊ എന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു കൊടുക്കാൻ. വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പൈസ എന്ന് പറയാൻ ആവാത്ത ഞാൻ സാധാരണ കഴിഞ്ഞ കൊല്ലം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കും. സ്കൂളിൽ പോകാനായിട്ട് മാറ്റി കൊടുത്തതാണ്. ഒരു ബുക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് വേറെ പോയി. നിനക്ക് തന്നു ഞാൻ നേരത്തെ. അത് അതിനാലെടുത്ത് തന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങോട്ടേക്കാണ്. പിന്നെന്തൊരു ഇതൊന്നും ഒന്നുമല്ല. ഇതൊന്നും ഒന്നും ആവൂല. ഇത് എപ്പോഴും എവിടെ കൊണ്ട് കളയുമെന്നോ ഒന്നും അറിഞ്ഞൂടാത്ത അവസ്ഥ. ഇതൊന്നും തിരിച്ച് എത്തണ കാര്യങ്ങളല്ല. നമ്മളിത് അതെ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോ ഇതേപോലെയുള്ള കുഞ്ഞു മക്കളുള്ള വീടുകളിൽ നമ്മള് സാധാരണ രീതിയിൽ പെൻസിലിന്റെ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ പേരയുടെ പ്ലാന്റോ ഒക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥ വരും. ഒരു പേര പോലും വീട്ടിൽ കാണത്തില്ല. സാധാരണ ഇവിടെ അംഗൻവാടി, എന്റെ പൊന്നൂസ് അംഗൻവാടിയിലാണ് പഠിക്കുന്നത്. എന്നിട്ട് തന്നെ ഞാൻ സ്ഥിരം ആഴ്ചയിൽ ഒരിക്കൽ വരെ പെൻസിൽ വയ്ക്കേണ്ട അവസ്ഥയാണ്. കൈയിട്ട് ഇങ്ങനെ മാച്ച് നോക്കുന്നു, വരച്ച് മാച്ച് നോക്കും എന്ന് പറഞ്ഞാൽ എറേസർ എന്നും മാച്ചോണ്ട് വരും. ഒരാഴ്ച കഴിയുമ്പോ കാണൂല. എറേസർ എവിടെ ഇപ്പോഴും കൊണ്ടുവന്ന് കൊച്ചച്ച മാച്ച് തന്നത്? ഭയങ്കര മോഡലാണ്. കൊച്ചച്ച പറഞ്ഞു ഇങ്ങനെയുള്ളതെന്ന് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാണ്, കേൾക്കാതെ മാച്ചതാണ്. കൊച്ചച്ഛൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ മാറ്റി തന്നത്. അപ്പൊ ഇത് കളയാതിരിക്കൂ, കൊണ്ടുനടക്കും. ആരത്? ഇതാണ് പാവട എടുക്കും. ബ്ലാക്കും റെഡ്.
അപ്പൊ ഇതാണ് മീനുക്കുട്ടിയുടെ ഡ്രസ്. കൊള്ളാല്ലേ ഡ്രസ്? അടിപൊളി ഡ്രസ്, സൂപ്പർ ഡ്രസ് അല്ലേ? റെഡ് കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ നേരെ ഇട്, നേരെ ഇടുകളെ. കൈയൊക്കെ കപ്പ് കൈ. വരച്ചു പിടിക്കരുത്. ഒരു ചപ്പാത്തി. അയ്യോ എന്തിരീ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തി. വേണ്ട നോക്കിയോ, ഇതാണ് മീനൂന് കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഉണ്ടാ കിണ്ണത്തി തട്ടി, കിണ്ണത്തി തട്ടേട്ടാ പേപ്പറൊക്കെ. അച്ഛൻ വെള്ളോട്ട് എടുത്തതോ? എടി അത് മങ്ങലുണ്ടായിരുന്നു. മീനുക്കുട്ടി അവിടെ ഇരുന്ന് ബെറോട്ട കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ചായ കൂടെ ഇട്ടിട്ടെ, ചായയും കൂടെ ഇട്ടിട്ട് എനിക്കും കഴിക്കണം. അപ്പോൾ പഞ്ചസാര ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ പഞ്ചസാരയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ പഞ്ചസാര ഇരിക്കുമ്പോൾ എല്ലാം മീനുക്കുട്ടിക്ക് എന്തുകൊണ്ടോ മറ്റേ സർവത്ത് അതെപ്പോഴും കലക്കി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇനി ഇതാ ബെറോട്ട കഴിക്കാനായിട്ട് പോവേണ്ട. അപ്പോൾ ചേട്ടൻ ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ കഴിച്ചില്ല, ഞാനും മീനുക്കുട്ടിയും കഴിച്ചു. അവളിതാ ചായയൊക്കെ ഇട്ട് കുടിച്ചു അല്ലേ. പിന്നെ മീനുക്കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതേ, അത് ഒരു കണ്ണ് മറച്ചുകൊണ്ട് മറ്റേ കണ്ണിലൂടെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണേ. അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങളിനി ചോറ് കഴിക്കട്ടെ. എത്തും താമസിച്ചോ കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരൊക്കെ ഒത്തിരി നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് ഇരുന്നപ്പോൾ താമസിച്ചോ കേട്ടോ. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വെച്ചതിൽ മോര് കറി ഉണ്ടായിരുന്നു. തേങ്ങ അരയ്ക്കാതെ വെച്ച മോര് കാച്ചിയതുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് വെച്ച തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ നമുക്ക് നേരത്തേൽ ചിക്കനും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഞാനും ചേട്ടന് മാത്രമേ ചോറ് കഴിച്ചുള്ളൂ. അപ്പോൾ മീൻ കഴിച്ചില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.